അങ്കമാലി മുതൽ ഗോകർണ വരെ 94 മോഡൽ അംബാസഡറിൽ ഒരു യാത്ര. അത് വേറെ ലെവലായിരുന്നു. ഒരു അംബാസഡർ കാറും അതുപോലെ ഒരു റെനോൾട്ട് പൾസും 2 കാറിൽ ഇവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ്. ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്തുനിന്ന് ഈ അഭിനവ് എന്ന് പറഞ്ഞ ആളെ, അർജുൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പിക്ക് ചെയ്യുന്ന സീനാണ് നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ അംബാസഡർ കൊണ്ടുവന്നു. അവിടെ നിന്ന് ഫസ്റ്റ് ഷൂട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു നീണ്ട യാത്രയായിരുന്നു ടിൽ ഗോകർണ. ഫസ്റ്റ് അംബാസഡറും റെനോൾട്ട് പൾസ് കൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂർ ചെന്നു. ബാംഗ്ലൂർ കുറച്ച് ഷൂട്ട് ചെയ്തു. അവിടെ നിന്നും യാത്ര ചെയ്ത് ഗോകർണയിലേക്ക് ഓൾമോസ്റ്റ് ഒരു 4-5-6 ദിവസത്തോളം എടുത്തു നമ്മൾ ഗോകർണ എത്താനായിട്ട്. റെനോൾട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡിൽ പോണ വണ്ടിയാണ്. പക്ഷേ അംബാസഡറിന് അത്രയ്ക്കും സ്പീഡിൽ പോകാനും പറ്റില്ല. അപ്പോൾ 2 കാറും മാച്ച് ചെയ്ത് വേണം പോകാനായിട്ട്. പിന്നെ ഇടയിൽ നമുക്ക് ലൈറ്റ് വണ്ടിയിലുള്ള കോൺവെർസേഷൻ്റെ സമയത്തുള്ള ലൈറ്റ് ചേഞ്ചസും ലൈറ്റ് അസംബ്ലിങ്ങും അതുപോലെ എന്താ പറയുക, ഓരോ കാറിൻ്റെ കുറേ ഷോട്ട്സ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ക്യാമറയൊക്കെ ഞങ്ങൾ വാക്വം സെക്ഷൻ വെച്ചിട്ട് ടയറിൻ്റെ ഷോട്ട് എടുക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ വെച്ച് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് കിടന്ന് അടിക്കുകയായിരുന്നു. കാരണം ഈശ്വര, എങ്ങാനും വാക്വം പോയി ക്യാമറ നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അത്രയും എക്സ്പെൻസ് വരുമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ ഈവൻ ഒരു സീൻ ഞങ്ങൾ 2 പേര് സംസാരിക്കുന്ന ഒരു സീൻ, ജോസഫ് കാറിൻ്റെ ബോണറ്റുമൊക്കെ കിടന്നാണ് ഷൂട്ട് ചെയ്തത്. അത് ഞങ്ങളുടെ ഈ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം ആൾ ബോണറ്റുമൊക്കെ കിടന്ന് ക്യാമറയ്ക്ക് ഇങ്ങനെ തിരിച്ച് ഞങ്ങൾ രണ്ടുപേരും തമ്മിലൊരു 2 ഷോട്ട് കോൺവെർസേഷനൊക്കെ ഷൂട്ട് ചെയ്ത്. അപ്പോൾ ആ ഒരു വളരെ ലേണിംഗ് ജേർണി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ലൈറ്റുകൾ ഞാൻ കാറിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാം, ഞങ്ങളെല്ലാം ഇംപ്രോംപ്റ്റു ആയിട്ടാണ് ചെയ്യുന്നത്. ലൈക്ക് ആ ഒരു ലൊക്കേഷനിൽ അവിടെ സത്യം പറഞ്ഞാൽ ഈ വാളയാർ ആ ഒരു ബോർഡറിൽ വെച്ചാണ് നമ്മൾ ഫസ്റ്റ് നൈറ്റ് ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ലൈറ്റ്സ് എല്ലാം കാറിൽ ഫിറ്റ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് എത്ര ഫിറ്റ് ചെയ്യാൻ നോക്കിയിട്ടും ശരിയാവണില്ല. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഞങ്ങൾ മാനേജ് ചെയ്ത് ലൈറ്റുകൾ എല്ലാം സെറ്റ് ചെയ്ത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടുത്തെ നൈറ്റ് ഷൂട്ട് വണ്ടിയിലുള്ള നൈറ്റ് ഇൻട്രാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്കൊന്നും ഉറക്കം വന്നിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റണില്ല. എന്നാലും ഞങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ ബാംഗ്ലൂർ എത്തണം. അങ്ങനെ ഞങ്ങൾ കുറേ കാപ്പിയും റെഡ് ബുള്ളൊക്കെ കഴിച്ച് വണ്ടി ഓടിച്ച് ബാംഗ്ലൂർ എത്തുന്നു. ഒരു വളരെ എന്താ പറയുക, ഒരു അഡ്വെഞ്ചറസ് ത്രില്ലിങ് മെമ്മറബിൾ ജേർണി ആയിരുന്നു ആ ഒരു 1 വീക്ക് റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത്.